ചില കമ്പനികൾ എപ്പോഴും നല്ലത് എന്ന നിലയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണല്ലേ? അതേസമയം മറ്റു ചില കമ്പനികൾ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് മഹത്തായ ഒന്നായി മാറുന്നു. ഈ ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ജിം കോളിൻസിന്റെ വിഖ്യാതമായൊരു പഠനത്തിലാണ്. അപ്പോൾ നല്ലതിൽ നിന്ന് മഹത്തായതിലേക്കുള്ള ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നല്ലത് എന്നത് മഹത്തായതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാകുന്നത്? സത്യം പറഞ്ഞാൽ കാരണം വളരെ ലളിതമാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇത് മതി എന്ന് തോന്നുന്നൊരിടത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാറില്ല. ആ ഒരു കംഫർട്ട് സോൺ അതൊരു കെണി പോലെയാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടന്ന് മഹത്വത്തിലേക്ക് കുതിക്കാൻ പറ്റും? മഹത്വത്തിലേക്ക് കുതിച്ച ഈ കമ്പനികളെ പഠിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അവർക്കെല്ലാം പൊതുവായി 5 തത്വങ്ങളുണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ള ആ 5 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ലെവൽ 5 ലീഡർഷിപ്പ്. ഇതൊരു സാധാരണ നേതാവല്ലേ കേട്ടോ. ഒരു വിജയമുണ്ടാകുമ്പോൾ ഇവർ ജനലിലൂടെ പുറത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയും, ഇതെല്ലാം ടീമിന്റെ കഴിവാണ് എന്ന്. എന്നാൽ ഒരു പരാജയം വന്നാലോ അവർ നേരെ കണ്ണാടിയിൽ നോക്കി സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വിനയവും അതേസമയം ഉരുക്കുപോലുള്ളൊരു ഇച്ഛാശക്തിയും, അതാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ. രണ്ടാമത്തെ തത്വം ഇതാണ്: ആദ്യം ആര്, പിന്നെ എന്ത്. ഇതൊരു ബസ് യാത്ര പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ബസ് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ശരിയായ ആളുകളെ ബസ്സിൽ കയറ്റിയ തെറ്റായ ആളുകളെ ഇറക്കി വിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിയായ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യസ്ഥാനത്തേക്കും ഒരു വഴി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഇനി മൂന്നാമത്തേത്, ഒരു പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണിത്: ഹെഡ്ജ് ഹോക്ക് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ മുള്ളൻ പന്നിയുടെ ആശയം. ഒറ്റയൊരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു അപാര ശക്തിയുണ്ട്. ഇത് എന്താണെന്ന് നമുക്ക് ഈ വിശകലനത്തിൽ കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാനുണ്ട്. നാലാമത്തേത് അച്ചടക്കത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ്. ഇത് നിയമങ്ങളുടെ ഒരു വലിയ പുസ്തകമുണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അച്ചടക്കമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നൊരു രീതിയാണിത്. ഓർക്കുക, ഒരുപാട് നിയമങ്ങൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ശരിയായ ആളുകളല്ല ഉള്ളത് എന്നാണ്. അവസാനമായി ടെക്നോളജിയുടെ പങ്ക്. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രം ഒരു കമ്പനി മഹത്തരമാകുമോ? ഒരിക്കലുമില്ല. മഹത്തായ കമ്പനികൾ ടെക്നോളജിയെ വളർച്ചയുടെ ഒരു കാരണമായിട്ടല്ല കാണുന്നത്, മറിച്ച് നിലവിലുള്ള വളർച്ചയുടെ വേഗത കൂട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ്. അതായത് ടെക്നോളജി ഒരു ആക്സിലറേറ്ററാണ്, അല്ലാതെ എഞ്ചിനല്ല. ശരി, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുള്ളൻ പന്നിയുടെ ആശയത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു സാധാരണ കമ്പനിയെ അസാധാരണമാക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ആശയം ഒരു പക്ഷേ ഇതുതന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ഹെഡ്ജ് ആശയം കണ്ടെത്തുക? വളരെ സിമ്പിളാണ്. ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. 1. നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും മികച്ചതാകാൻ കഴിയുന്ന മേഖല ഏതാണ്? 2. നിങ്ങളുടെ സാമ്പത്തിക എഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകം എന്താണ്? പിന്നെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം: നിങ്ങൾ എന്തിലാണ് ആഴത്തിൽ അഭിനിവേശമുള്ളവരായിരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം നൽകുന്ന ആ ഒരൊറ്റ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഹെഡ്ജ് ഹോഗ് കൺസെപ്റ്റ്. നല്ല കമ്പനികൾ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മഹത്തായ കമ്പനികൾ അവരുടെ ഈ ഒരൊറ്റ ശക്തിയിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ഒരൊറ്റ ഫോക്കസ്, അതാണ് വ്യത്യാസം. ഓക്കെ, ഈ ആശയങ്ങളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാക്കും, അല്ലേ? ശരി, നമുക്ക് ഈ തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തമായ കർമ്മ പദ്ധതിയിലേക്ക് കടക്കാം. ഈ കർമ്മ പദ്ധതി തുടങ്ങുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്, ലെവൽ 5 നേതൃത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ നിന്ന്. അതിനുശേഷം ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുൻപ് ശരിയായ ആളുകളെ ടീമിലെത്തിക്കുക. ഈ ശക്തമായ ടീമിനെ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെഡ്ജ് ഹോഗ് ആശയം കണ്ടെത്താനുള്ള കഠിനമായ ജോലി ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ഒരു ക്രമം വളരെ പ്രധാനമാണ്. ആ അടിത്തറ ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ഉത്തരവാദിത്തബോധമുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ സാങ്കേതിക വിദ്യയെ ഒരു ആക്സിലറേറ്ററായി ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും അവസാനമായി, എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഹ്രസ്വകാല നേട്ടങ്ങൾക്കപ്പുറം ഒരു ദീർഘകാല കാഴ്ചപ്പാട് എപ്പോഴും നിലനിർത്തുക. ഇവയെല്ലാം ചേരുമ്പോഴാണ് സ്ഥിരതയുള്ള വളർച്ചയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ തത്വങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ പാഠം എന്താണ്? ഒരുപക്ഷെ അതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. അപ്പോൾ എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം? മഹത്വം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നൊരു അത്ഭുതമൊന്നുമല്ല, മറിച്ച് ശരിയായ നേതൃത്വവും ശരിയായ ടീമും അച്ചടക്കവും വ്യക്തമായ ഒരു ഫോക്കസും കാലക്രമേണ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുകളിൽ ഒരൊറ്റ കാര്യമുണ്ട്: നല്ലത് മതി എന്ന് തീരുമാനിക്കാതെ മഹത്തായതിലേക്ക് പോകാനുള്ള നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ്.
ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പാഠങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ യാത്ര എങ്ങോട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? നല്ലത് എന്നതിൽ ഒതുങ്ങാനാണോ അതോ മഹത്തായത് ആകാനുള്ള ആ കഠിനമായ പാത തിരഞ്ഞെടുക്കാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? ആ തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്.